ഹലോ നമസ്കാരം. ഒരു സോഷ്യൽ മീഡിയയിലോട്ട് ഒരു ഓർമ്മ കൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു വിഷുക്കാലമാണ്. ഈ വിഷുവിൻ്റെ ഞങ്ങളുടെ ഒരു ഓർമ്മ എല്ലാ കാലം കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്നുള്ളത് ആദ്യം കൈനീട്ടം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദുവമോക്കൊരു 20 രൂപ കൈനീട്ടമായിട്ട് കൊടുത്തു. അവൾ ഭയങ്കര ഹാപ്പിയായി ആ ഒരു പൈസ കിട്ടിയപ്പോൾ. അവൾക്ക് പൈസ എന്ന് അറിയില്ല, ഒരു പേപ്പർ എന്നുള്ള രീതിക്കായിരിക്കും അവൾ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലത്തെ കണിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നോ ഓരോ ഓർമ്മയില്ലായിരുന്നു. പക്ഷേ ഷാനു അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വിഷു കൈനീട്ടം കൊടുക്കാനുള്ള ചില്ലറകളും കാര്യങ്ങളും ഒക്കെ ഓളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത പരിപാടി ദോമോളെയും കൊണ്ട് എനിക്ക് കൈനീട്ടം തെരിയിപ്പിക്കുക എന്നുള്ളതാണ്. അവൾക്ക് കൊടുത്തിട്ട് എനിക്ക് തരാൻ ഒരു താല്പര്യമില്ല. ഞാൻ കുറേ നേരം കൈനീട്ടത്തിന് വേണ്ടി കൈ നീട്ടി നിന്നു. ലാസ്റ്റ് അവൾ കയ്യിൽ ഇട്ട് തന്നു. ഇടത്തെ കൈ കൊണ്ടാണ് തന്നത്. കയ്യിൽ ഇട്ട് തന്നു. ആ പൈസ അവൾ അപ്പം തന്നെ അത് തിരിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ട് തരുന്നതല്ലായിരുന്നു. പിന്നെ നമ്മൾ കുറേ നിർബന്ധിച്ച് താ മോളെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വീണ്ടും അവൾ ലാസ്റ്റ് തന്നു. അവൾക്കറിയില്ലല്ലോ അത് കൈനീട്ടാണ്, എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതൊന്നും. പിന്നെ അവളുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നല്ല കുപ്പിവളയൊക്കെ ഇട്ട് അവളെ സുന്ദരിയാക്കിയിട്ടുണ്ട്. അവൾക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കിലിങ്ങുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുപ്പിവളയൊക്കെ ഇട്ട് സുന്ദരിയാക്കി. അപ്പോഴേക്കും നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തപ്പോഴേക്കും നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടുകാർ അവളെടുത്തുകൊണ്ട് പോയി. അവൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയപ്പോഴേക്കും അപ്പോൾ അവർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവളെയും കൊണ്ട് പോയത്. അങ്ങനെ നമുക്കപ്പോൾ തന്നെ ഒരുപാട് ഫോട്ടോസ് കിട്ടി. അവരത് ക്യാമറ ഉണ്ടായിരുന്നു, DSLR ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ഫോട്ടോസ് ഇവരുടെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ ഫോട്ടോസും സൂപ്പറായിട്ടുണ്ടായിരുന്നു. നമുക്ക് വിഷുവിൻ്റെ അന്ന് സ്റ്റാറ്റസ് വെക്കാനുള്ള ഒരുപാട് ഫോട്ടോസ് നമുക്ക് ഇതിൽ കിട്ടി എന്ന് പറയാം. അത്രയും നന്നായിട്ട് ഫോട്ടോസ് എടുത്തു. എപ്പോഴും ഇവളുടെ കളിയും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ടൊരു കപ്പിളും കൂടി അടിച്ചു. ഞങ്ങളൊരു ഫോട്ടോയും കൂടി എടുത്തു. പിന്നെ ഫോട്ടോസൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നിക്കുകയാണ്. ഒരു ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. ഇനി ഞങ്ങൾ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ സദ്യയും കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ കടയിലാണ്, നമ്മുടെ ഹൈലൈറ്റിലുള്ള നമ്മുടെ ഷോപ്പിലാണ് ഇപ്രാവശ്യത്തെ ആഘോഷം. കാരണം എല്ലാവരും കൂടി സ്റ്റാഫിൻ്റെ ചെക്കന്മാരും എല്ലാവരുടെയും കൂടെ ആയിട്ടാണ് നമ്മുടെ ഒരു ആഘോഷം ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുറേ ആളുകളൊന്നും വീട്ടിലും ഇവിടെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു. സദ്യയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവള് കടയിലെത്തുമ്പോഴേക്കും ഇവിടെ ആകെ ഹാപ്പിയായി. കാരണം എന്താ വെച്ചാൽ ചെക്കന്മാരൊക്കെ ഇവളെ ഭയങ്കര കാര്യമാണ്. ഇവളെ നന്നായിട്ട് നോക്കും. അവന്മാരൊന്നും പറയില്ല. ഞാൻ ഷാനാണെങ്കിൽ ചിലപ്പോഴൊക്കെ അത് എടുക്കലേ എന്നൊക്കെ പറയും. ഇവന്മാരാകുമ്പോൾ ഇവർക്ക് എല്ലാം കഴിക്കാനും എടുക്കാനൊക്കെ കൊടുക്കും. അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം ആക്ക് മൊത്തത്തിലുണ്ടായിരുന്നു കടയുടെ ഉള്ളിലെത്തിയപ്പോഴേക്കും. പിന്നെ അവിടെ നിന്ന് കുറേ നേരം കളിച്ച് ഞങ്ങളെത്തിയപ്പോഴേക്കും സദ്യയുടെ പണികളും കാര്യങ്ങളൊക്കെ കിച്ചണിൽ നടക്കുമായിരുന്നു. ഷാനു ഹെൽപ്പ് ചെയ്യാൻ പോയപ്പോഴേക്കും അവർ പറഞ്ഞില്ല ഹെൽപ്പ് ചെയ്യണ്ട, ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൾ തിരിച്ച് പുറത്തോട്ട് വന്നു. ഞങ്ങൾ പുറത്തിരുന്നൊരു കുക്കീസും കോഫിയും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും കിച്ചണിൻ്റെ ഉള്ളിൽ നിരത്തി പണിയാണ്. കാരണം സാധാരണ നമ്മുടെ റെസ്റ്റോറൻ്റാണ്, പക്ഷേ നമ്മളിവിടെ സദ്യ കാര്യങ്ങൾ അങ്ങനത്തെ അല്ല, നമ്മുടെ ഗ്രിൽഡ് ഐറ്റംസ് ആണ്. മൊത്തം അൽഫാം അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മുടെ കടയിൽ വിൽക്കുന്നത്. അപ്പോൾ സദ്യ എന്ന് പറയുന്നത് നമ്മുടെ ചെക്കന്മാർക്കൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ എല്ലാവരും എല്ലാ വിധത്തിലും ടാലൻറ്റഡ് ആയതുകൊണ്ട് അവന്മാർ സദ്യയൊക്കെ ഉണ്ടാക്കും എന്നുള്ളതേ ഉള്ളൂ. നല്ല സദ്യയായിരുന്നു. ഞാൻ അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. അപ്പോഴേക്കും ദുവമോൾ ഇവിടെ ഇരുന്നിട്ട് ഫുള്ള് കുരുത്തക്കേടും കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു. കട്ട്ലറീസ് സ്ട്രോങ് ആണോ, ക്രോക്കറീസ് സ്ട്രോങ് ആണോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നമ്മുടെ മാനേജറാണ്, കടയിലെ അജിൻ എന്നാണ് പേര്. ആളുടെ അടുത്താണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്ന് ഞാൻ ഷാനും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോഴേക്കും പിന്നെ സുബിൻ വന്നു. സുബിൻ്റെ വീട് തൃശ്ശൂരാണ്. ഒരു പെൺകുട്ടിയാണ് സുബിനുള്ളത്. നമ്മളവിടുത്തെ സ്റ്റാഫാണ്. ആൾക്കൊരു പെൺകുട്ടിയാണ്, 3 വയസ്സായിട്ടുണ്ട് ആളുടെ പെൺകുട്ടിക്ക്. പിന്നെ അവരങ്ങനെ ധുവനെ എടുത്തിട്ട് നേരെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പോയി. അപ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് മിററിൻ്റെ അവിടെ നിന്ന് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കപ്പിളായിട്ട് എടുത്ത്. എന്തായാലും ഇവർ പോയി ധുവൻ്റെ ഒരുപാട് ഫോട്ടോസ്, നല്ല നല്ല ഫോട്ടോസ് ഇവരെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്നെയാണ്, ഒറിജിനലല്ല. അതൊക്കെ എന്തൊക്കെ ചെയ്തെടുത്തതാണ്. അപ്പോഴേക്കും ഭക്ഷണമായിട്ടുണ്ടായിരുന്നു സദ്യ. ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ലിമിറ്റഡ് ആയിട്ടുള്ള സാധനം കൊണ്ട്, പിന്നെ അത് നമ്മൾ തന്നെ നമ്മുടെ പിള്ളേരിന് ഉണ്ടാക്കിയത് കൊണ്ട് അതിൻ്റേതായൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു. സാമ്പാറൊന്നും ഒരു രക്ഷയില്ല പറയാൻ. അത്രയും നല്ല ടേസ്റ്റായിരുന്നു സാമ്പാറും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ഹൈലൈറ്റിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു പോഡിയം മാതിരിയുണ്ട്. അവിടെ പോയി നിന്ന് കളിക്കലും പിന്നെ അവളുടെ കുറേ വീഡിയോ ഷൂട്ട് എടുക്കലും കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു. അതൊക്കെ അജിനെടുത്ത വീഡിയോസാണ്. ആ ഫസ്റ്റിലുള്ളതിൽ മാത്രമേ ഉള്ളൂ ഞാനുള്ളൂ. ബാക്കിയൊക്കെ അജിൻ തന്നെയാണ് അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അവളുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഇതൊക്കെ തട്ടിക്കൂട്ടലും കാര്യങ്ങളും ഇതൊക്കെ സെറ്റ് ചെയ്യലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷു ദിവസം എന്ന് പറയുന്നത്. എന്തായാലും നല്ലൊരു ഓർമ്മകളായിട്ട്